നമസ്കാരം. ഇതാ സർക്കാർ ജീവനക്കാർക്ക് അടുത്ത മാസം ശമ്പളം കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് കാശില്ല. ഖജനാവ് ഏകദേശം പൂച്ച വിറ്റ് കിടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം കയ്യിൽ കാശില്ല. കേന്ദ്രം കടമെടുക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പരാതിപ്പെടുന്നത്. പക്ഷേ അപ്പോഴും തങ്ങൾ പിരിച്ചെടുക്കേണ്ട നികുതി പൂർണ്ണമായും പിരിച്ചെടുക്കാനോ അതിൻ്റെ കുടിശ്ശികകൾ കൃത്യമായും പിരിച്ചെടുക്കാനോ ഈ സർക്കാർ ശ്രമിക്കുന്നില്ല. അവിടെയെല്ലാം സർക്കാർ ചില അവരുടെ രാഷ്ട്രീയ നേതൃത്വങ്ങൾ, അവരുടെ രാഷ്ട്രീയ ഗുണങ്ങളാണ് അവർ നടത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയധികം കുടിശ്ശിക, കോടിക്കണക്കിന് രൂപ കുടിശ്ശിക ഈ സർക്കാരിന് പിരിച്ചെടുക്കാൻ, ടാക്സായി പിരിച്ചെടുക്കാൻ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് പിരിച്ചെടുക്കാൻ കഴിയുന്നില്ല? ഇപ്പോൾ തമിഴ്നാട് ഇങ്ങനെ കുടിശ്ശിക വന്നതിൻ്റെ ഭാഗമായിട്ട് അവർ വളരെ ഒരു തീവ്ര യജ്ഞം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവർ 25%-ലധികം കുടിശ്ശിക അവർക്ക് പിരിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് തന്നെ വളരെ വലിയ ഒരു തുകയാണ് അവർക്ക് അതിൽ നിന്നും ലഭിച്ചത്. എന്നാൽ കേരളം 25 പോയിട്ട് 5% കുടിശ്ശിക പോലും പിരിച്ചെടുക്കാൻ കഴിയാതെ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എന്ന് പറയുന്നത് അതിൻ്റെ പിന്നിൽ അഴിമതി തന്നെയാണ്. കാരണം ഈ കുടിശ്ശിക തരാനുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ഇവർ പാർട്ടി ഫണ്ടും മറ്റുമൊക്കെ നേരത്തെ കൂട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടി ഫണ്ട് വാങ്ങിയിരിക്കുന്ന ഈ സ്ഥാപനങ്ങളിൽ നിന്നും അങ്ങനെ കുടിശ്ശിക വാങ്ങാൻ ഇവർക്ക് CPM-ന് കഴിയുന്നില്ല എന്നാണ്. പിന്നെ സർക്കാർ സ്ഥാപനങ്ങളാണ്, വാട്ടർ അതോറിറ്റി പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളാണ്. സർക്കാർ സ്ഥാപനത്തിൻ്റെ കുടിശ്ശിക കൊടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. സർക്കാരിൻ്റെ ലഞ്ച് കാശില്ല. അപ്പോൾ സർക്കാർ തന്നെ കൊടുത്തിട്ട് സർക്കാർ തന്നെ ഖജനാവിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് വേണ്ടത്. ഈ വെള്ളത്തിനെല്ലാം കരം കൂട്ടി കാശൊക്കെ പിരിച്ചെടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ പണം പോലും നേരെ ചൊവ്വേ വിനിയോഗിച്ച് ആ കുടിശ്ശികയിലേക്ക് മാറ്റിവെക്കാൻ, ഒരു വിഹിതം കുടിശ്ശിക അടയ്ക്കാൻ, KSEBക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക അടയ്ക്കാൻ പോലും തീരുമാനിച്ചിട്ടില്ല. ഇങ്ങനെ നോക്കുമ്പോൾ കുടിശ്ശിക ധാരാളമാണ് ഈ സർക്കാർ. ടാക്സ് ഇനത്തിൽ പോലും കുടിശ്ശിക ധാരാളമാണ്. അത് വാട്ടർ അതോറിറ്റിയുടെ കാര്യം ഞാൻ പറഞ്ഞത് വൈദ്യുതി ചാർജാണ്. പക്ഷേ ടാക്സ് എന്ന് പറയുന്നത് നിരവധി സ്വകാര്യ സ്ഥാപനങ്ങൾ ടാക്സുകൾ ഒരുപാട് അടയ്ക്കാനുണ്ട്. ആ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ടാക്സ് അടയ്ക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പാർട്ടി ഫണ്ട്, കോടിക്കണക്കിന് രൂപയുടെ പാർട്ടി ഫണ്ട് വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ CPM-കാർക്ക്, ഭരണകൂടത്തിനും ഭരണത്തിലെ ഉദ്യോഗസ്ഥന്മാർക്കും ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്കും അവരെ പോയി ചെന്നിട്ട് നിർബന്ധിച്ച് ടാക്സ് വാങ്ങിക്കാൻ കഴിയില്ല. കാരണം പാർട്ടി നേതാക്കൾ അവിടെ പോയി ഫണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി ഫണ്ട് വാങ്ങിച്ചത് കൊണ്ട് അത് മതി എന്ന തരത്തിലാണ് ഇരിക്കുന്നത്. അതാണ് നമ്മുടെ ഈ കുടിശ്ശിക മുഴുവനും ഇത്ര കുടിശ്ശികാൻ കാരണമെന്നത് നമ്മുടെ പൊതുജനങ്ങൾ അറിയണം. ഇനി ഇപ്പോൾ ശമ്പളം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി അവിടെയാണ്. ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കുകളെ സമീപിച്ചിരിക്കുകയാണ്, സഹകരണ ബാങ്കുകളെ സമീപിച്ചിരിക്കുകയാണ്. ഏകദേശം 9%, 8.80, അതായത് 9% പലിശ കൊടുത്താണ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് പണം വാങ്ങുന്നത്. അതും 1 വർഷം കൊണ്ട് ഞങ്ങൾ തിരിച്ചടയ്ക്കാം ഈ തുക എന്ന് പറഞ്ഞാണ് കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും അടുത്ത ശമ്പളത്തിന് വേണ്ടിയിട്ടുള്ള പണം. അപ്പോൾ ഈ മാസത്തേക്കുള്ള ശമ്പളം വാങ്ങിക്കും, അടുത്ത മാസത്തേക്കുള്ള ശമ്പളം ഇതുപോലെ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ നമ്മുടെ പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ടൊരു പെൻഷൻ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പനിയുടെ പേര് എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷാ പെൻഷൻ കമ്പനി എന്നാണ്. അങ്ങനെയുള്ള കമ്പനിയാണ് ഇപ്പോൾ അതിൻ്റെ പേരിലാണ്, അല്ലെങ്കിൽ കമ്പനിയെ കൊണ്ടാണ് ഇപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും പണം വാങ്ങാൻ ശ്രമിക്കുന്നത്. അവരോട് 1 വർഷത്തെ തിരിച്ചടയ്ക്കാമെന്ന് പറയുന്നു. പിന്നീട് ഇതിനകത്തുള്ള ഒരു തമാശ എന്ന് പറയുന്നത്, ഇതിന് സർക്കാർ ഗ്യാരണ്ടി ഉണ്ട്, നിങ്ങൾ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ പേടിക്കണ്ട, ഞങ്ങൾക്ക് ഇത് സർക്കാർ ഗ്യാരണ്ടി ഉള്ള വായ്പ എടുക്കലാണ്, തീർച്ചയായിട്ടും സർക്കാർ തിരിച്ചു നൽകും എന്നാണ് പറയുന്നത്. ഈ സർക്കാർ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അതൊരു തമാശയാണെന്ന് നമ്മൾ ഇപ്പോൾ തോന്നുന്നു. ഈ ട്രാൻസ്പോർട്ടിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ടാക്കിയിരുന്നു, കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ഫിനാൻസ് കോർപ്പറേഷൻ എന്നാണ് അതിൻ്റെ പേര്. അവർ ഈ നമ്മുടെ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഒരു ശ്രീരാമകൃഷ്ണ മിഷൻ ഉണ്ടല്ലോ, അതുപോലെ അതിൻ്റെ കേന്ദ്രം വന്നിരുന്ന പശ്ചിമ ബംഗാളാണ്. പശ്ചിമ ബംഗാളിലെ ശ്രീരാമകൃഷ്ണ മിഷനിൽ നിന്നും കോടികൾ ഏകദേശം 9 കോടിയോ മറ്റോ, 9 ആണോ 90 കോടിയോ, ഇപ്പോൾ കണക്ക് ഓർമ്മയിൽ, എന്തായാലും കോടിക്കണക്കിന് രൂപ അവർ നിക്ഷേപം വാങ്ങിച്ചിരുന്നു. പലിശ കൊടുക്കാം, സർക്കാർ ഗ്യാരണ്ടി ഉണ്ട്, അതുകൊണ്ട് ധൈര്യമായിട്ട് തരുമെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ സർക്കാർ ഗ്യാരണ്ടിയുള്ള പലിശ ചോദിച്ചപ്പോൾ ഇപ്പോൾ കൈമലർത്തുകയാണ്. KSFDC കൈമലർത്തുന്നു, സർക്കാരും കൈമലർത്തുന്നു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ സർക്കാർ ഗ്യാരണ്ടി ഉണ്ടെന്ന് പറഞ്ഞതല്ലേ, കേരള സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോൾ അതൊക്കെ ഞങ്ങൾ പറയും, കേരള സർക്കാരിൻ്റെ ഗ്യാരണ്ടി അതൊന്നും അങ്ങോട്ട് അംഗീകരിച്ചെടുക്കാൻ പറ്റില്ല, കേരള സർക്കാർ ഗ്യാരണ്ടി എന്നൊക്കെ ഞങ്ങൾ പറയും എന്ന് പറഞ്ഞാണ് ഈ സർക്കാർ ഒഴിഞ്ഞത്. അത്ര ഒരു മോശപ്പെട്ട ഒരു രീതിയാണ് കേരള സർക്കാരിൻ്റെ ഗ്യാരണ്ടി എന്നതിനെക്കുറിച്ച് വന്നത്. അവിടെയാണ് നമ്മളിപ്പോൾ കോഓപ്പറേറ്റീവ് ബാങ്കിന് ഗ്യാരണ്ടി കൊടുക്കാം, സർക്കാർ ഗ്യാരണ്ടിയാണ് പറയുമ്പോൾ തമാശയാണെന്ന് പറയേണ്ടി വരുന്നത്. എന്തായാലും
സർക്കാരിന് കടം കൊടുക്കുന്നതോടുകൂടി നമ്മളെ കേരളത്തിലെ കോപ്പറേറ്റീവ് ബാങ്കുകളും ഒന്നാമത് ഇപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകളെല്ലാം CPM-കാർ കള്ള ലോണൊക്കെ എടുത്ത് വായ്പ എടുത്തും കൊണ്ടുപോയി തകർത്തിട്ടിരിക്കുന്നു. ഇതിൻ്റെ കൂടെ സർക്കാരിന് കൂടെ വായ്പ കൊടുത്തിട്ട് ഈ കോപ്പറേറ്റീവ് ബാങ്കുകളും തകരാൻ പോകുന്നു. സാധാരണ കർഷകനും സാധാരണക്കാരനും വേണ്ടി പ്രവർത്തിക്കുന്ന നബാർഡിൽ നിന്നും മറ്റുമൊക്കെ പണം വാങ്ങിച്ച് പ്രവർത്തിക്കുന്ന ഈ കോപ്പറേറ്റീവ് ബാങ്കുകൾ ഉള്ള പണം മുഴുവനും പാവങ്ങളിൽ നിന്നും പിന്നെ വായ്പയാക്കി നിക്ഷേപമായിട്ട് വെച്ചിരിക്കുന്ന പൈസ മുഴുവനും സർക്കാരിന് വായ്പ കൊടുക്കുകയും സർക്കാർ കൊടുക്കാതിരിക്കുകയും ഗ്യാരണ്ടിയാണെന്ന് പറയുകയും പക്ഷെ ഗ്യാരണ്ടി എന്ന് പിന്നെ പറയാതിരിക്കുകയും അത് പലിശ തരാമെന്ന് പറയുകയും പിന്നെ പലിശ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലേക്ക് മാറുകയും ഈ സാധാരണക്കാരന് ഗുണമില്ലാതാവുകയും കോപ്പറേറ്റീവ് ബാങ്കുകൾ തകർച്ചയിലേക്ക് പോവുകയും സാധാരണക്കാരന് ഒരു വായ്പ അപേക്ഷയും കൊണ്ട് കയറാൻ പറ്റാത്ത അവസ്ഥയും വരാൻ പോകുന്നു. നമ്മുടെ കോപ്പറേറ്റീവ് ബാങ്കുകളും സർക്കാർ ഇതാ തകർക്കാൻ പോകുന്നു.